ഓ ഷെയ്ക്ക് പറ വണ്ടി പുറത്തിടാ വാ അകത്തോട്ടോ കുഴപ്പമില്ല കൊണ്ടു അഞ്ചുകോടി വെക്കടാ ഇന്നും കിടക്കില്ലേ കൊച്ചുകൾക്ക് 5 കോടി അകത്ത് കയറ്റിക്കോ വണ്ടി അകത്ത് കയറ്റിക്കോ വാ ഞാൻ പുറത്തിടും. ഞാനൊരു കാര്യം പറയാം. ഇവരുടെ ഈ MRCയുടെ ഓഡിയൻസ് എല്ലാവരും പുതിയ ആൾക്കാരാ. ലൈക്ക് അവർ പുതിയതായിട്ട് ആർപ്പിലോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെന്തെങ്കിലും ചാറ്റിലൊക്കെ വന്ന് പറഞ്ഞാൽ നിങ്ങളത് വെറുതെ ട്രിഗറായി അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്തവിളി അടിയൊന്നും ആവണ്ട. മനസ്സിലായി? ഞാൻ ഇപ്പോഴേ പറയാം. അവർ കുറച്ചുകൾ ആർപ്പിയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. മനസ്സിലായി എങ്ങനെയാണ് ആർപ്പി, എന്താണ് ആർപ്പി എന്ന്. ഇപ്പോൾ ഒരു ദിവസം പോയിട്ട് അവരെ 100 റൂള് പഠിപ്പിക്കാൻ നിന്നാൽ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അത് മനസ്സിലായി? അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അവരൊക്കെ പുതിയതായിട്ട് ഇതിനകത്തോട്ട് വന്നതാണ്. അപ്പോൾ അവർ കണ്ട് പയ്യെ പഠിക്കട്ടെ. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് അവരുടെ ചാറ്റിലും നിങ്ങളുടെ ചാറ്റിലും ഒന്നും പോയി തെറി വിളിക്കുകയും പറ ഗാങ്ങല്ലേ അറിയല്ലേ ഓരോ ഗോഡ് ഫാദർ എന്നുള്ള രീതിയിൽ നിൽക്കാന്ന് പറഞ്ഞാണ്ട് ഷമീറിനെ ഏൽപ്പിച്ചു. ഇപ്പൊ കേക്ക് ഓ സെറ്റ് അകത്തോട്ടോ ഷമീറില്ലേ ഇവിടെ ഉണ്ടല്ലോ? ഷമീറുണ്ട് അകത്തുണ്ട് വാ എന്നാ ഞാൻ ഷബീറിനെ നമുക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു നോക്കുവായിരുന്നു. വെളിയില് അവര് ഷമീറെ ഗാങ്ങായല്ലേ? സെറ്റായില്ലേ? സെറ്റായി അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മള് സെറ്റായി. ഓ കിടല ലീഡറൊക്കെ ആയെന്ന് പറഞ്ഞു. ലീഡറൊക്കെ ഇങ്ങനെയല്ലോ തട്ടിമുട്ടി പോകുന്നു. ചുമതലകളാണ് നീ. കൺഗ്രാറ്റ്സ് ഷമീറെ, കൺഗ്രാറ്റ്സ്. അണ്ണാ വാസണ്ണ, ഓ പറ എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങള് ഒന്ന് എടുക്കണമെന്നുണ്ട്. അല്ല അങ്ങനെയല്ല, പേഴ്സണൽ ആയിട്ട് കുറച്ച് എന്താ പറയാ തീരുമാനങ്ങൾ ആസ് എ ലീഡർ എങ്ങനെയാണ് കാര്യങ്ങൾ നയിക്കണ്ടേന്നുള്ള. അങ്ങനെയല്ല ഷമീറ, ഞാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇത് നിങ്ങൾ കുറച്ചും കൂടി ഇതിനകത്ത് ടൈം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് റൂൾസ് അറിയാത്തതാണ് മെയിനായിട്ടൊരു പ്രശ്നം. അതൊന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സെറ്റ് ആവും. പിന്നൊക്കെ ഷമീറിന്റെ ഐഡിയ തന്നെ എല്ലാം വരും. അതങ്ങനെ ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോയാൽ മതി. നമുക്കല്ലാതെ പ്ലാൻ ചെയ്ത് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊറേ നാളായിട്ട് നമ്മള് ഇതിൽ തന്നെ നിന്നാ മതിയല്ല, ഇതിനായിട്ട് അങ്ങനെ പിന്നെ ഇതില് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അത്രയല്ലോ. അറിയേണ്ടെന്ന് വെച്ചാലേ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, കുറച്ച് എന്തെങ്കിലും ഒരു അഡ്വൈസ് ആസ് എ ലീഡർ എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ഒറ്റ അഡ്വൈസേ ഉള്ളൂ ഷമീറെ, തീരുമാനം നിന്റെ മാത്രമായിരിക്കണം. അത് മൂന്നാമതൊരാൾ വെളിയെന്ന് പറയണം. ഒരുത്തന്റെ ഒരു സാധനം കേൾക്കാൻ പാടില്ല. നിനക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ട് അത് നീ പറയാ, അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ വെളിയിലിരിക്കുന്ന ആൾക്കാരുടെ കേട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നിനക്കിപ്പോ എന്തെങ്കിലും ഇന്ന് വാർ എടുക്കണമെന്നുണ്ടെങ്കിൽ വാർ നീ എടുക്കാനെന്ന് നിങ്ങൾ പറയാ, എടുക്കണ്ടെന്നുണ്ടെങ്കിൽ എടുക്കണ്ടെന്ന് പറയാം. ബാക്കി ആൾക്കാർ പറയണ കേട്ട് ചെയ്യാൻ നിന്നാൽ നമ്മള് പപ്പറ്റായി പോകും. അതെ അത് നമുക്ക് നമ്മളതായ ഒരു സ്റ്റാൻഡ് വേണം. അത്രേ ഉള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി. മനസ്സിലായി. അതെ, നിനക്ക് നിന്റെ ഗ്യാങ് മെമ്പേഴ്സും ഷമീറിന് ഇപ്പൊ ഗ്യാങ് മെമ്പേഴ്സും ഇനിയിപ്പോ ഷമീറിന് ഏറ്റവും കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റ് വരേണ്ടത് ഗ്യാങ് മെമ്പേഴ്സിനോടും ഗ്യാങ്ങിനോടും ആയിരിക്കണം. അപ്പൊ ഇവരാണ് ഇനി നിങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട ഷമീർ. അപ്പൊ ആ ഒരു വാല്യൂ അവർക്ക് കൊടുക്കുമ്പോഴേ ഓട്ടോമാറ്റിക് ഷമീറിന് റെസ്പെക്ട് തിരിച്ചു കിട്ടും. അതെനിക്ക് ഉറപ്പാണ്. അതെ അല്ല ഞാനിപ്പോ ഇന്നലെ ലീഡർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ കുറച്ച് എന്താ പറയാ കുറച്ച് കാര്യങ്ങള് അണ്ണന്റെ നിന്ന് പഠിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന്. ഞങ്ങൾക്കൊരു എന്റെ ഒരു ഇതുണ്ട്, ഞാൻ ഒരു ദിവസം അണ്ണന്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തോട്ടെ, ചുമ്മാ അണ്ണൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനായിട്ട്. ഞാൻ ഫുൾ സപ്പോർട്ട്. അത് ഉറപ്പായിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്നൊരു വാറുണ്ട്. ഷമീറിന് ഏത് ദിവസം കൺവീനിയന്റ് വാറില് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഷമീറിനെ, അല്ലെങ്കിൽ ഞാൻ ഷമീറിനെ കൊണ്ടുപോയാലേ. വാറില് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വാറ് വേണ്ട നമുക്ക് സാധാരണ അണ്ണൻ ചെയ്യുന്ന കാര്യങ്ങളും എന്താണ് റുട്ടീൻസും കാര്യങ്ങളെല്ലാം ഒന്ന് അറിയാൻ വേണ്ടിട്ട്. ഉറപ്പായിട്ടും നമുക്ക് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ചെലവാക്കും. അതാണ് അതെനിക്ക് ദിനചര്യ തുടങ്ങണം. അതിലാണ് ഡേ വിത്ത് ഷമീറിനെ നമുക്ക് നാളെ അങ്ങ് ചെയ്യാം. നാളെ വരുമോ? നാളെ സിറ്റിയിൽ വരുമോ? നാളെ വരും. പിന്നെ നമ്മള് ലീഡർ അല്ലേ, ഡെയിലി വരണ്ടേ.
ഓ അയ്യോ, അതിനൊക്കെ ഉത്തരവാദിത്തമായി കഴിഞ്ഞു. ഇനി എന്ത് വേണം? പിന്നെ അല്ല ഉത്തരവാദിത്തമായി കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും ഞാൻ നോക്കാനില്ല. നിങ്ങളെ വീടൊക്കെ കണ്ടോണ്ട് എന്തൊരു അടിപൊളി വീടാ ഇത്. നമ്മളെ കുഞ്ഞു വിടലാണ് കമ്പയർ ചെയ്യുമ്പോ ബാക്കിയുള്ള ഗാങ്സിനെ വെച്ച് നോക്കുമ്പോ ഞങ്ങളുടെ വീട് ഭയങ്കര ചെറുതാ. ആണോ? ചെറുതാണെങ്കിലും പക്ഷെ അകം അടിപൊളിയാ. സ്വർഗ്ഗാണിത്. ഇത് അത് ശരിയാ. അതായത് നമ്മള് ഇവിടെ അത് ഷമീർ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് ഈ വീടുകൾ കൊണ്ടുവരുന്ന സമയത്തെ നമ്മള് പണിയുന്നത് കൊണ്ട് അല്ലാതെ നമ്മള് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അത് പണ്ട് സമയത്ത് നമ്മള് ഇത് ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ അന്നേ ഇത് ഇങ്ങനത്തെ ഒരു വീട് ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മൾ കൊണ്ടുവന്നത്. ഇതിനകത്ത് വേറെ അങ്ങനെ ഇതാ വെളിയിലത്തെ ഏരിയ ഉണ്ട്, അത് മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തിയത്. നമ്മൾ എക്സ്ട്രാ പണി എടുത്തോ? ഇതിപ്പോ ഇപ്പൊ നമ്മള് കറക്റ്റ് 5 വർഷമാവുന്നു. അപ്പൊ അണ്ണാ പിന്നെ നമുക്ക് ടീം മെമ്പേഴ്സ് ആയിട്ട് ഒന്ന് മീറ്റ് ചെയ്യണ്ടേ? അണ്ണന്റെ ടീം TVA മീറ്റ്സ് MRG. മീറ്റ് ചെയ്യണം, എല്ലാരും മീറ്റ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് നാളെ വെക്കാം. അത് നാളെ ഇടയ്ക്ക് അത് നാളെ മറ്റന്നാളെ സൗകര്യം പോലെ നമുക്ക് വെക്കാം. ഞാൻ എന്തായാലും വീടപ്പോ എവിടെയായിട്ടാ വരുന്നത്? വീടായാ ഇപ്പൊ 6203 നമ്മളിപ്പോ കറന്റ് നമുക്കിപ്പോ സിറ്റിക്ക് അകത്തുള്ള ഒരു വീടല്ലേ തരുള്ളൂ. നമ്മളിത് പുറത്തുനിന്ന് പണിയിപ്പിച്ചാണ്ട് കേറ്റുന്നുണ്ട്. അതിപ്പോ നമ്മള് ലൊക്കേഷൻ ആരോട് പറഞ്ഞില്ല. സർവർ ഒന്നും വാങ്ങിക്കില്ല പകുതി. ഇല്ലല്ല, അത് നമ്മള് കുറച്ച് വലുതാക്കിയിട്ടാ ചെയ്യുന്നത്. നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മറ്റേ ആർട്ടിഫിഷ്യാലിറ്റി വരാത്ത. ഇല്ല അത് ഞാൻ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുത്തിന്. അത് ചെയ്യുമ്പോ നമ്മള് ആക്ടിവിറ്റി ഏരിയസ് കൂടുതലാക്കിയിട്ടൊക്കെ അത് നമ്മള് ഉണ്ട്. നമ്മള് ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തണം. പിന്നെ വാസവനെ മീറ്റ് ചെയ്യുമ്പോ ഷമീറ നമ്മളെ ഗോഡ് ഫാദർ തൊപ്പിനും കൂടി വരാൻ പറ്റുമോ? അത് ഞാൻ സംസാരിക്കാം. അണ്ണാ ഞാൻ ഒന്ന് വീടൊന്ന് ചുറ്റിക്കാണട്ടെ മൊത്തത്തില്. അയ്യോ എടാ നമുക്ക് വാറപ്പഴ പറഞ്ഞേക്കുന്നേ. 11:45 കുഴപ്പമില്ല, വിളിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും 6 വാസന അവര് വിളിക്കുമ്പോഴത്തേനും പോയാൽ മതി. കുഴപ്പമില്ല. ആരേറ്റാ CM മുതുക്കില് കിടക്കുന്ന അവര് മെമ്പേഴ്സ് എല്ലാം ഉണ്ടല്ലോ. ഷേക്കിന്റെ വീടിന്റെ ഇപ്പുറത്താണ് അവരുടെ ടെമ്പററി ഗ്യാങ്. ഓർമ്മയില്ല, അറിയത്തില്ലേ? നമ്മുടെ 720 വീടിന്റെ തൊണ്ടക്കൊരു വയ്യ ശബ്ദം പോയിരിക്കുക. ഇത് നമ്മുടെ മീറ്റിംഗ് ഏരിയ അതൊക്കെയാണ്. ഇവിടെയാണ് നമ്മള് ഇതവിടെ മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നമ്മളിരുന്ന് മീറ്റിംഗ് ഒക്കെ വെക്കുന്നത്. പിന്നെ ഇത് റൈറ്റ് സൈഡിലോട്ട് പോയാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഗ്യാങ്ങാരായിട്ടൊക്കെ അടി ഉണ്ടാകുന്ന സമയത്ത് അവനെ കൊണ്ട് കഴിയിക്കുന്നു. അവന് കഴിയാൻ വേണ്ടി മാത്രമുള്ള കക്കൂസ. ഈ കക്കൂസ നമ്മളെല്ലാരെയും കൊണ്ട് കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും. ഈ കക്കൂസാണോ എല്ലാരെയും കൊണ്ട് കഴിപ്പിക്കുന്നത്? അതെ ഇത് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുമായിരിക്കും. നമുക്ക് ആഴ്ചയിൽ ഒരാളെങ്കിലും കിട്ടും. പിന്നെ മേളില വാ ശങ്കര. ലൊക്കേഷനിലില്ലല്ലോ. അയ്യോ ഡെലിവറി എനിക്ക് അർജന്റായിട്ട് ഒന്ന് ഗ്യാങ് ഹൗസ് വരെ വരേണ്ട വന്നു. ഞാൻ ഒന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കുവന്നെ. ആണോ? ഓക്കെ അർജന്റ്. ഇവിടുന്നാണ് അണ്ണൻ പാട്ട് പാടാറ്. ഇവിടെ നമ്മുടെ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ബാബു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ബാബു നമ്പൂതിരി. ബാബു സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാ. അപ്പൊ പുള്ളി ബംഗാളിലെ പ്ലേബാക്ക് സിംഗറാ. പുള്ളി അതില് പാട്ടൊക്കെ പാടിയാണ് ഇപ്പൊ ഒരു സിനിമ പ്രോജക്ട് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ടാ വരാത്തത്. ആണോ? പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയ. പുള്ളി ബംഗാളിലെ സിനിമയില് പാടും. പാട്ടൊന്ന് കേൾക്കണല്ലോ. ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പുള്ളി. മലയാളത്തിൽ മൂപ്പര് ഇപ്പൊ ഈ സിനിമ ഒന്ന് റിലീസാക്കി കഴിഞ്ഞാൽ ഉടനെ വരും. ഓക്കെ, അപ്പൊ ഇത് മ്യൂസിക് ഏരിയ. അണ്ണന്റെ റൂം റൂമിൽ എന്തോ പരിപാടി ചെയ്യാൻ
ഇതാന്ന് പറഞ്ഞാ ചെറിയ വീട്. ഇതൊക്കെ എന്റെ റൂം. ഷമീറ, ഇതാണ് നമ്മുടെ അതിനകത്ത് ഉണ്ടായിരുന്ന ഇത് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന മെമ്പേഴ്സ്. ഇതെല്ലാം ഇവരിലെ കുറച്ച് പേര് ഇപ്പൊ ഇല്ല. ഈ ഇതിനകത്തൊരു 13-14 പേര് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലില്ല. അവര് വേറൊരു പട്ടാളത്തിലോട്ട് പോയിരിക്കുക. അപ്പൊ ഇവരൊക്കെ നമ്മുടെ അതിനകത്ത് ഉണ്ടായിരുന്ന മെമ്പേഴ്സാ. അല്ല ഇപ്പൊ എത്ര പേരുണ്ട് അപ്പൊ? നമ്മളിപ്പോ 35 പേരുണ്ട്. 14 പേര് പോയി. അല്ല, അത് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മള് പുതിയതായിട്ട് കുറച്ച് പേര് നമ്മുടെ അതിനകത്ത് വന്നതാ. കണ്ണാപ്പിയോ? കണ്ണാപ്പിയൊക്കെ ഉണ്ട്. ഈ പട്ടാളത്തിലുള്ള ഒരാളായിരുന്നു സർക്കാർ ഒന്ന് നമ്മളോട് ഒന്ന് സംസാരിച്ചു പറഞ്ഞില്ലേ? മനസ്സിലായി. സരക്ക് കോ-ലീഡർ ആയിരുന്നു നമ്മുടെ ടിവിയുടെ. അപ്പൊ അവര് കുറച്ച് പേര് ഇപ്പൊ ഇല്ല നമ്മുടെ കൂട്ടത്തില്. അവർ വരുവോ? അവര് വരും, ഇടയ്ക്ക് വരും. മിലിറ്ററി പോയേക്കും. റൂമാണോ? അണ്ണന്റെ റൂമാന്നൊക്കെ കാണേണ്ടത്. ഹലോ ഹലോ അണ്ണ പോയാ? ഇതാണ് അണ്ണന്റെ കിടപ്പ് മുറി. അണ്ണന്റെ കൊച്ചു കളികളും എല്ലാം നടക്കണ. അണ്ണ കള്ളുകൂടി പോങ്ങടിയെല്ലാം ഉണ്ട് തോന്നുന്നു. ശിവ ശിവ അണ്ണ നാളെ മലയിടാൻ പോവാ. അണ്ണന്റെ റൂമല്ലേ, നമ്മളിവിടെ കയറാറ് പോലും ഇല്ല. അതെ അതെ അതേടാ അതേടാ. ഇവിടെ വീട് ഇത് ആക്ച്വലി സത്യം പറഞ്ഞ ചെറിയ വീടാണ്. ഇത് ചെറിയ വീടാണ് ഷമീറ. ഇത് ബാക്കിയുള്ള വലിയ വീടാ. നിങ്ങളെ വീടൊക്കെ ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഇവ എവിടോട്ട് പോയി? ഇതെന്താ താഴോട്ടെന്താ പൂളാണോ? പ്രകൃതി രമണീയമായിട്ട് പുതിയതല്ലേ സില്ലാവ്. കുറച്ച് നമുക്ക് ശിവ ശിവ നമുക്കിവിടെ ഇരുന്ന് ഇവിടെ ചെറിയ ഒരു നാച്ചുറൽ വൈബ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ അത്ര ഇവിടെ ബാലനില്ലാത്ത നന്നായി. ചെറിയൊരു പരിപാടിയിലാവും വരെ. അണ്ണ എന്റെ ഇതിന് വന്നിട്ടില്ല കേട്ടോ അണ്ണ. അയ്യോ, അന്ന് ഞാൻ പുറത്തൊരു അർജന്റ് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും അവളെ ഒരു ദിവസം വരാം എന്തായാലും. ഒരു ദിവസം വാ. ഇവിടെ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതെ, ഇൻഫിനിറ്റിയാ. ചാടി കഴിഞ്ഞാൽ പിന്നെ ഇത് സ്വിമ്മിംഗ് പൂളാ. നീന്തി തുടിക്കാ ഇന്നത്തെ ഇടണം. തലയിടിക്കേ പ്രത്യേകത നടക്കാൻ നമുക്ക് നടക്കാക്കത്തൂടെ. ഒരിക്കലും സത്യം പറഞ്ഞ നമ്മുടെ ഇത് ഞാൻ കാര്യം പറയട്ടെ. ഇത് നമ്മൾ ഇവിടെ ചെയ്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ മരിക്കുമോ ശരിക്കും? ഞാൻ ഇതുവരെ അത് നോക്കിയിട്ടില്ല കേട്ടാ. ഷമീറിന് വരെ പ്രേമമായിരുന്നു. അത് സത്യമല്ലേ? റോസ് ഡേ ആയിട്ട് നീ റോസ് കൊടുത്താ നിന്റെ ലവറിന്? നീ ലവറില്ല, ബ്രേക്കപ്പ് ആയി. അണ്ണ ഇങ്ങോട്ട് വന്നേണ്ട, ഇങ്ങോട്ടൊന്നും എടാ. ഞാനും സാവേജ് ഇപ്പൊ ഇൻബോൺ സിഗ്നേറ്റ് അടക്കം. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണനായിട്ട് ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് നമുക്ക് തന്ന് അങ്ങനെ നമ്മള് പിന്നെ എനിക്കൊരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ നിനക്കൊക്കെ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. നമുക്ക് ഒരുമിച്ചിറങ്ങാം. അങ്ങോട്ട് വാ. നീ എന്നാന്ന് പറഞ്ഞ നമുക്ക് ഇറങ്ങാം. അത് ഇന്ന് തന്നെ ഇറങ്ങാൻ. അണ്ണാ അപ്പൊ അണ്ണന് എന്തോ തിരക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇല്ലില്ല, തിരക്കൊന്നുമില്ല. നമുക്ക് മറ്റേ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കാൻ വേണ്ടി ഗ്യാരേജ് കൂടി ഒന്ന് കാണട്ടെ. വാ. പിന്നെന്ത് ഗാരേജിൽ നമുക്കിത് ഇവിടെ ബാക്കിൽ ലോക്കർ പണിയാൻ കൊടുത്താ നോക്കൊക്കെ ഉള്ള
ആ ലോക്കർ കിട്ടിയ ഒരു ടെമ്പററി ടെമ്പററി ലോക്കർ കിട്ടി. നേരത്തെ പണിയാൻ കൊടുക്കണമെന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. ആണോ? ഇത് കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം വേണ്ട ഭയങ്കര ഇതാ ഇവിടെ മഞ്ഞും തണുപ്പും ഒക്കെയാണ്. ഇതാ ഇടയ്ക്കിടയ്ക്ക് ഹിമാലയത്തിൽ നിന്ന് പറഞ്ഞ മഞ്ഞുകട്ടകൾ ഉജി വരാറുണ്ട് ഇവിടെ. ഇവർക്കാർക്കും മഞ്ഞുണ്ടാവില്ലേ? എനിക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ അതെ എയിം അല്ല ഈ പ്രാക്ടീസ് നെയിം മാറിയില്ലേ? തക്കുടുവാവ ഇത് മാറിയല്ലോ. ഇപ്പൊ പേര് മറ്റേതല്ലേ, തലയിൽ വെട്ടുമല്ലേ? നിങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ തക്കുടുവാവയല്ലേ, പക്ഷെ നമുക്ക് എതിരെയുള്ള ഗ്യാങ്ങിനോട് ചോദിച്ചാൽ മതി, അവർക്കാണ് തലവെട്ട്. ഇവിടെയാണ് രാവിലെ തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യണം ഷമീറെ. ഓ ഇവിടെ പ്രാക്ടീസ് സെഷൻ ആണോ? ഇനി 2 മണിക്കൂർ ദിവസം എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. ആ ഒന്ന് വിയർക്കണം. ഉള്ള തന്നെയാണോ അണ്ണാ? ചന്ദ്ര പറയുന്നല്ലോ. ഓ അതെ അതെ, ഇവിടെയാണ് പിള്ളേര്, ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യണ ഫുള്ള്. വേർക്ക് വേണ്ടി വെയിലത്ത് ചന്ദ്ര വന്നു. എന്താ ഇപ്പൊ ചോറൂല വീട്ടിൽ. നിങ്ങളുടെ തൊപ്പി ഇപ്പൊ ഗോഡ് ഫാദർ ആയല്ലേ? അതെ ഗോഡ് ഫാദർ ആയി, ഗോഡ് ഫാദർ ആയി. അതുപോലെ ഞങ്ങളുടെ ഗോഡ് ഫാദറിന്റെ പേരാണ് ജോക്കി. ജോക്കിയോ? ആ അത് അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ മൂപ്പരെ? ജോക്കി അങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫേസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും ഈ ഫ്രണ്ടിൽ കാണുന്ന ഫേസ് ഗ്യാങ് ഹൗസിലൊക്കെ ഫുൾ ആഡ് ചെയ്തേക്കുന്നത്. ആ ഇത് ഞാൻ കണ്ടു, ഞാനും ആലോചിച്ചത് എന്താന്ന്. അതാണ് ഞങ്ങളുടെ ഗോഡ് ഫാദർ. ഇത് പ്രാക്ടീസിങ് സ്ഥലം അല്ലേ? ആ ഇത് വെടി വെച്ച് പഠിക്കുന്ന. ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടാ മുകളിൽ നമ്മുടെ ആർമർ വെച്ച സ്ഥലം കാണിച്ചു കൊടുക്കും. നമ്മുടെ ആർമറി സ്റ്റോറേജും അതുപോലെ ഞങ്ങളുടെ പ്രൈവറ്റ് യോട്ടും ഇവിടെ ഉണ്ട്. ഓ പ്രൈവറ്റ് യാട്ടുണ്ടോ? ആ യോട്ടുണ്ട് യോട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇതെല്ലാം വേണം കിട്ടാ. ഞമ്മക്കായിട്ട് നമ്മളൊരു പുതിയ പാക്കേജ് ഗവൺമെന്റിനോട് പറഞ്ഞാണ്ട് മേടിച്ചല്ലേ ഷമീറ? ആ നമ്മുടെ മറ്റേത് മനസ്സിലായി. വാസന ഞങ്ങള് കുറച്ച് വലുതാക്കിയാ ചെയ്തത്. ഞങ്ങള് എല്ലാ ഗ്യാങ്ങിനും ഒരു ടീഷർട്ട് ഒരു ഹുഡീസ് മാത്രം കിട്ടുമ്പോ നമ്മളൊരു ജാക്കറ്റും കൂടി എക്സ്ട്രാ വാങ്ങി 3 വണ്ടി. ഗ്യാങ് ഹൗസ് വലുതാക്കി പണിക്കാനുള്ള ഒരു പെർമിഷൻ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഗൺസിന്റെ കൺസൈൻമെന്റ് കുറച്ച് കൂടുതൽ. പാക്കേജ് ഉണ്ടല്ലേ അത്? അതെ അത് ഒരു പ്രീമിയം ഉണ്ടല്ലോ ഓൾറെഡി സാധാ ഗ്യാങ് ഹൗസിന് കിട്ടുന്ന. വീടൊക്കെ എന്നത്തേക്ക് വരും? അല്ല വീട് എന്തായാലും ഒരു മാസം എടുക്കും. ഇത് ഷമീർ ഇത് നമ്മുടെ പ്രൈവറ്റ് യോട്ട്. ഇതില് നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടോ? നമ്മള് ഇവിടെ ഗ്രൂപ്പായിട്ടൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് മാത്രമേ എടുക്കാറുള്ളൂ. മിറർ ഷേക്കിന് മാത്രം കുറച്ച് സാധനങ്ങൾ കാണിച്ചാ വാ. എല്ലാവരും വരണ്ടേ, കാരണം അതിന്റെ തൊട്ട് കയറാൻ പറ്റത്തില്ല. എല്ലാവരോടും വരല്ലേ. ഷമീർ അണ്ണാ നമുക്ക് മറ്റേ ചടങ്ങ് ഇവർക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്ന ചെയ്യണോ? ഇല്ല വെയിറ്റ് വരട്ടെ. ഷമീർ നേരെ നടന്നോ. ആ കാട്ടിനകത്തോട് നടന്നോ. നേരെ നടന്നോ. അയ്യോ ഇതെന്താ? നേരെ തിരിക്ക് നിങ്ങൾ ഇങ്ങോട്ട് അകത്തോട്ടല്ലേ. നേരെ വാ. സ്റ്റോറേജ് ബാക്കി കാര്യങ്ങളൊക്കെ ബുള്ളറ്റ് ഗണ്ണ് ഇത് പൊട്ടോ ചന്ദ്രു? വെളിയിൽ പോകും, ഇവിടെ കിടന്ന് പൊട്ടില്ല. ഇതൊക്കെ നമ്മൾ ഇവിടെ ലോഡ് ചെയ്തിട്ട് ഇവിടെ നമ്മള് കറക്റ്റ് ഇതിന്റെ എവിടെ എങ്ങോട്ടാ വിടേണ്ടെന്നെങ്കിൽ കൊടുത്താൽ മതി അല്ലേ? ഞങ്ങൾക്ക് അടുത്ത് കടലായതുകൊണ്ട് ഞങ്ങൾക്ക് കടലിലോട്ട് ഈ മിസൈൽ ഇതെല്ലാം വിട്ട് പരീക്ഷിക്കാനുള്ളൊരു അതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കേവിയായിട്ട് പണ്ട് വാർന്ന സമയത്ത് കേവിയുടെ ഗ്യാങ് ഹൗസിലോട്ട് വിട്ട് നേരെ മുതുക്കി പോയി വീട് അവിടെ നിന്ന് ഒറ്റയടിക്ക്. ഓ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുസൃതികൾ നമ്മൾ കാണിക്കും. ചെറിയ കുസൃതികൾ. കാര്യമായിട്ട് ചന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത് കുസൃതികളെ. കുസൃതികൾ ലീഡ് അതിന്റെ തലവേദന ഫുള്ള് വാസോണ്ടനാണ്. ചന്ദ്രൻ ഭയങ്കര മെച്യൂർ ആണെന്നാണ് എല്ലാരും പറയുന്നത്. അതാണ് മെച്യൂരിറ്റി കുറച്ച് കൂടുതലാണ്. അതെ. ടോർച്ചർ റൂം ഒന്നുമില്ല വാസണ്ണ. നമുക്ക് അങ്ങനത്തെ ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ചന്ദ്രനാട്ടോ. ഞങ്ങളെ പിടിച്ചോണ്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് വെറുതെ സംസാരിക്കുന്നത് ടോർച്ചറാ. പിന്നെ അതിനുവേണ്ടി ഇവന്റെ ഒക്കെ വായിന്നൊക്കെ വരുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ടോർച്ചർ ഇനി വരാനില്ല. മനസ്സിലായോ? അങ്ങനല്ല ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. കക്കൂസെല്ലാം കേൾക്കുന്നതാണെന്ന് തോന്നുന്നില്ല. അല്ല ടോർച്ചർ ഇപ്പൊ ഞാൻ ടോർച്ചർ റൂം നമ്മൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ
ബാൻ കിട്ടാൻ പോണ അവന്മാർക്കായിരിക്കും നമ്മുടെ സൈഡിലുള്ള ആൾക്കാരെയും കൂടുതൽ ബാൻ കിട്ടാൻ പോണ സിറ്റിയിൽ മനസ്സിലായില്ലേ? കാരണം വരവാൻ മിണ്ടാണ്ടിരിക്കില്ല. പാസ്വേഡ് തന്നെ കഴിഞ്ഞ ദിവസം 15 ദിവസം ബാൻ ചെയ്തിട്ട് വന്നേ ഉള്ളൂ. എന്ത് ചെയ്യാനാ ഇതൊക്കെ? കൺട്രോള് ഭയങ്കര ട്രിഗറാണ് ചില സമയത്ത് ആള്. ചില സമയത്ത് അത് ഷെമീർ മുമ്പേ ചോദിച്ചില്ല, ചില സമയത്ത് ചില സമയത്ത് നമ്മൾക്ക് നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ കഴിഞ്ഞ വട്ടം ഒരു പ്രശ്നം വന്നപ്പോ എന്റെ വായിന്ന് അറിയാതെ തന്ത എന്നൊരു വാക്ക് വന്നപ്പോഴത്തേക്കും പേരന്റൽ അബ്യൂസ് കഴിവറിടമെന്ന് വിളിച്ചപ്പോഴാണ് തന്തേന്ന് വന്ന വായിന്ന്. ഇതിൽ കൂടുതലല്ലോ പറയുന്നല്ലേ. അല്ല ഷമീറ, അങ്ങനെ എന്തെങ്കിലും വിളിക്കാണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു ബണ്ണ് കിട്ടുന്ന ഉറപ്പിച്ചാണ്ട് വിളിച്ചാൽ മതി. അതെ, ഇവിടെ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞ പേരന്റൽ അബ്യൂസ് അത് ഒരു വട്ടം ആദ്യമായിട്ടാ ചെയ്യുന്നെങ്കിൽ ഒരു 7 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 14, 15, 20, 30 പിന്നെ അത് പെർമനന്റ് ആവും. തന്തേന്ന് പറഞ്ഞ അവസാനം ഒരു ഓളിയും കൂടി കൂട്ടി. അല്ല, ഞാൻ വീണ്ടും പറഞ്ഞ് ബാൻ മേടിക്കണമെന്ന് വിചാരിച്ചത്. നാളെ അവസാനം ഇത് വേണം. ഞാൻ ശബരിമലക്ക് പോണം. എപ്പഴാ പോന്നെ? ഇല്ല, നാളെ മാല ഇടത്തേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോത്തുള്ളൂ. ഇവിടെ സിറ്റിയിൽ അടിയും വഴക്കൊക്കെ ആയിട്ട് നടന്നേ പ്രാർത്ഥിക്കാനൊന്നും ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വട്ടം ഒന്ന് പോണമെന്ന് വിചാരിച്ചു. ഇതില് കയറാൻ പറ്റൂല. എന്താ ഇത് ഈ ഹോട്ടൽ അതാ ഇതുവഴി ഇറങ്ങിയത്. അള്ളാണ തുള്ളിയാ മതിയല്ല. എന്തൊക്കെയാണോ സംഭവിക്കുന്നത്? അകത്ത് കയറാൻ പറ്റത്തില്ല. ഇത് എങ്ങനെ കാണിക്കാം? ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചോണ്ടൊക്കെ പോകാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് കയറാൻ നമ്മുടെ 2 പേരും കൂടി വേണടാ. നമ്മൾ 21 11:45 12 മണി വരെ കൂടെ 12 മണി വരെ കൊടുക്കണ്ടേ? പറ്റൂലേ, ഇത് വർക്കിംഗ് ആട്ടാ. അല്ലടാ, ഇവിടെ ഒരു പറ്റൂ. എനിക്ക് തന്നെ വഴിതെറ്റിപ്പോയി. നിങ്ങൾ എവിടെയാണോ? എനിക്ക് വഴിതെറ്റിപ്പോയി. ഇതിനകത്ത് കയറി ഉൾക്കടലല്ലോ പോയാ? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. പോയാ ഇല്ല, ഞാൻ ഇവിടെ. ഇത് അതുവഴി കറങ്ങിപ്പോ നല്ല ദൂരം. നമുക്ക് വേണേ ഇതിന് മണ്ടയിൽ കൂടെ കയറാം. വെസ്റ്റ് ഇടുന്നുണ്ടോ? ഞങ്ങളങ്ങനെ വാറ ജയിച്ചിട്ടാ. ഇന്നലെ ജയിച്ചു. ഇന്നലെ തന്നെ ആരുമായിട്ട് മാറായി? ജയിച്ചോ? ജയിച്ചു. പിന്നെ ജയിക്കാതെ നല്ല തുടക്കമാണല്ലോ. പ്ലേയേഴ്സ് കമ്മിയായിരുന്നു. 24, 21 ആയിരുന്നു. എന്നാലും നല്ല കോർഡിനേഷൻ ആയിരുന്നു. GG പ്ലേ ആയിരുന്നു പിള്ളേര്. എനിക്ക് കൈവന്നില്ലെങ്കിലും പിള്ളേർക്ക് നല്ല കൈവാ. കഴിവുണ്ട് രാജുഭായ്. പക്ഷെ ഇവ എന്താ എടുക്കാത്തോണ്ടാ, ഫുൾ കാലിബർ യൂസ് ചെയ്യാത്തോണ്ടാ. അല്ല ഷമീർ, ഒറ്റ കാര്യം ആൾക്കാരെ ഇത് എടുക്കുന്നോണ്ടാ. അതല്ല ഷമീർ, ഇതിനകത്ത് ഈ സിറ്റിക്കകത്ത് 24 മണിക്കൂറും വെടിവെച്ചിരിക്കണമെന്നൊന്നും ഇല്ല. ഇവിടെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ താല്പര്യമുള്ള കുറെ പിള്ളേരുണ്ട്. അവന്മാരെ തന്നെ ഇവിടുത്തെ ഇവരൊക്കെ അതേപോലത്തെ പ്രാന്തന്മാരാണ്. ഇവനൊക്കെ ഈ ഹരി അല്ല നീലൻ, ഇവരെല്ലാം അങ്ങനത്തെ കുറച്ച് വെടിവെക്കുന്ന ടീംസാ. ഇവര് തന്നെ മതി നമുക്ക് ആക്ച്വലി വാറൊക്കെ അടുപ്പിച്ച് തരാനും ഇതാക്കാനും. ഇവന്മാരെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇരിക്കുന്ന ഫുൾ ടൈം. അപ്പം ഷമീർ അവരെ ഒന്ന് ഇതാക്കി, അതായത് അവരെ അതും ചെയ്യണം. അതുപോലെ തന്നെ ഈ വാറൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോളൊക്കെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നൊക്കെ സമയത്ത് എല്ലാവരും കൂടെ ചിലപ്പം ഹൈറാർക്കി കൂടുതലുള്ള ഒരാൾ പറഞ്ഞില്ലെങ്കിൽ അവർ കേൾക്കത്തില്ല. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
നിന്നാ മതി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഇതിനകത്ത്. അപ്പൊ അല്ലാതെ ഇതിനകത്ത് വെടിവെക്കാൻ വേണ്ടി 24 മണിക്കൂർ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൂടെ ബാക്കി വെടിവെക്കുന്ന പിള്ളേരെ നോക്കിക്കോളും. നമ്മളൊക്കെ തല്ലുകൊണ്ട് എനിക്ക് കയ്യും കണക്കൂല സത്യം. പണ്ടൊക്കെ. ഞങ്ങൾക്ക് നല്ലൊരു ഡൗൺ ഫേസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കുറച്ച് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇതിനകത്തുനിന്ന് കുറച്ച് പേര് പോയി എന്ന് പറഞ്ഞില്ല. ആ പോകുന്ന അവരൊക്കെ ഇറങ്ങുന്ന ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് നമുക്ക് ഒരു സിനർജി മിസ്സിങ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഗ്യാങ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ സമയത്ത് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടി വി എല്ലാം റീഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം റീബിൽഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത്രയും പ്ലെയറിനെ അത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇപ്പൊ കഴിഞ്ഞൊരു 4-5 മാസത്തിൽ കഴിഞ്ഞൊരു 3 മാസത്തിൽ ഞങ്ങൾ ഒരു വാറോലും തോറ്റിട്ടില്ല. ഇതും പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് പോയി തോക്കുമെന്ന് പറഞ്ഞൂടാ. ഇതുവരെ കൺഫേം ഇന്ന് തോറ്റ് സാറ് പോയി. അല്ല അങ്ങനെ ഇനി മെസ്സ് അടിച്ചതിന്റെ പേരിൽ തോക്കുമെന്ന് പറഞ്ഞൂടാ. ഇതുവരെ എന്തായാലും ഇല്ല എന്നെ കണി കണ്ടത് എന്തായാലും ചെയ്യും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സെറ്റ് ആവും. ഞാൻ കാര്യം പറയട്ടെ. ഞങ്ങൾ ഇന്നലെ വാറടിച്ചായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ അത്യാവശ്യം അറിയാന്നുള്ള സിറ്റി അറിയാം, അല്ലെങ്കിൽ മെക്കാനിക്സ് ഒക്കെ അറിയാന്നുള്ളവരൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. നമ്മളിത് തുടങ്ങിയ സമയത്ത് ഹെൽമെറ്റ് പോലും വെക്കാറിയാന്നുള്ള ഒരു പോലും ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? അതിനാണ് നമ്മളിവിടെ എത്തിയത്. നിങ്ങളുടെ അത് സിറ്റിയില് ഗ്രൈൻഡ് പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാങ്സിൽ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ നമ്മുടെ തുടക്കത്തിലെ മെമ്പേഴ്സ് അങ്ങനെയല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു ഇതിനെ പറ്റി. ഇപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് ഡൗട്ട് ഒക്കെ നിങ്ങൾ കൂടെ നടന്നവന്മാരൊക്കെ കൂടിങ്ങാണ്ട് ഒരു ഗ്യാങ് തുടങ്ങി അങ്ങനെ പിന്നെ അടി പഠിക്കുക അങ്ങനെയായിരുന്നു. അങ്ങനെ എടുത്ത് അതായത് നമ്മൾ ഒരുമിച്ച് നടന്ന ആൾക്കാരെല്ലാം ചേർന്ന ഒരു ഗ്യാങ് തുടങ്ങിയിട്ട് പിന്നീട് ഈ സംസാരിക്കാൻ അറിയാവുന്നവന്മാരെ വെടിയൊക്കെ അറിയാവുന്നവന്മാരായിട്ട് നമ്മളാക്കി. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പം ഇവിടെ അടി കൂടുതലായി. ഇവിടെ നല്ല അടിയാവും. ഒന്ന് പറഞ്ഞാൽ 2 അടി മാത്രമായി. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നമ്മുടെ അതിനകത്ത് കയറാൻ ആഗ്രഹമുള്ള കുറെ പല ഗ്യാങ്സിൽ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ചില ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് പോയി ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗ്യാങ്ങിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എപ്പോഴും നോക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പൊ രണ്ടുപേരുടെ തല്ല് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഇവരെ പോയി വഴക്ക് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇത് മുന്നോട്ട് കൊണ്ടുപോണ്ടേ. അതെ. അപ്പൊ നിങ്ങൾ പിന്നെ ഇപ്പൊ ഒറ്റയടിക്ക് 35 ആൾക്കാരെ എടുത്തത് കൊണ്ട് പലരും പല സ്ഥലത്തുനിന്ന് വന്ന് പല അഭിപ്രായങ്ങളുള്ളവരായിരിക്കും. അതിനെ മാനേജ് ചെയ്യേണ്ടതാണ് ശരിക്കും ഷമീറിന്റെ. അതാണ് മനസ്സിലായ കാര്യം. ഒരു ഒറ്റ എയിമിലേക്ക് കൊണ്ടുപോയി ആ എയിമിലേക്ക് എത്തിക്കാന്നുള്ള ഇത് അവിടുന്ന് പല ആൾക്കാരും അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനുള്ള താല്പര്യം കാണിക്കും, അടി ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഈ എയിമാണ്, ഇതിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എത്തിക്കുക. അതാണ് ലീഡർ അല്ലേ? അതെ ഉറപ്പായിട്ടും. വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മളെ ഗ്യാങ് വണ്ടി എടുത്തിട്ട് ഒരാൾ കുത്തി കയറ്റിന്. അത് ഒരു സിറ്റിസൺ ആണ്. നമ്മളെ വണ്ടി എടുത്തിട്ട് കുറെ പേരെ കൊണ്ടുപോയാണ്ട് മുതുക്കില് വണ്ടി ഫിറ്റ് ചെയ്ത് കുറെ ആൾക്കാരെ കൊന്ന്. പിന്നെ അത് കഴിഞ്ഞാണ്ട് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ തമ്മിൽ തല്ലിക്കാനുള്ള കുറെ ആൾക്കാർ സിറ്റിക്ക് അകത്തുണ്ട് പുറത്തുണ്ട്. അപ്പൊ ഉള്ളിലുള്ള ആൾക്കാർ സിറ്റിക്ക് അകത്തുള്ള ആൾക്കാർ തന്നെ ഇതേമാതിരി സിറ്റിസൺസാ. അവന്മാര് ചെയ്ത കാര്യം ആലോചിച്ച് നോക്കണേ. XMD-നെ നമ്മുടെ ഗ്യാങ് വണ്ടി എടുത്ത് ഒരു 2 XMD 3 സിറ്റിസൺ ഇടിച്ചു കൊന്നിട്ട് നേരെ ഇവന്മാർക്ക് ഒരു പണി എടുക്കാന്ന് പറഞ്ഞ് നേരെ TV നമ്മുടെ ഗ്യാങ് ഹൗസ് ഇതിനകത്ത് കൊണ്ടിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടി ഇട്ട് ഇനി അതായിക്കോളൂന്ന് മാസ്. അടിപൊളി. ഞാൻ നിങ്ങൾ 3 പേരടുത്തും പറയാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ 35 പേരുള്ളത് പോലെ നമ്മുടെ കൂട്ടത്തിൽ 35 പേരുണ്ട്. ഈ 35 പേരുടെ അഭിപ്രായങ്ങൾ ഒരേപോലെ ആയിരിക്കത്തില്ല. അതായത് അഭിപ്രായങ്ങളും ഇതല്ല. കാരണം ഇവരൊക്കെ പല PvP സെർവറുകളിൽ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്ന എതിരെ കളിച്ചുകൊണ്ടിരുന്നവരാ. ഇവരൊക്കെ തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ 35 പേരെ സ്നേഹത്തോടെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. ഈ സിറ്റിയിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവും. പക്ഷെ ഒരു കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഹൈറാർക്കിയിൽ നിൽക്കുന്ന ലീഡർ കോ ലീഡർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എൻഡ് ഓഫ് ദി ഡേ ഇത് എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് പോവാതെ നോക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. വാറാവുന്നതിനൊരു പ്രശ്നമില്ല. വാറ് കഴിഞ്ഞ് പറയാനുള്ള ഗുണം പറഞ്ഞിട്ട് പോവാം. പക്ഷേ അത് വെളിയിലിരുന്ന് എക്സ്ട്രീം അപരാധം അങ്ങനെ പോകുമ്പോഴത്തേക്കിനാണ് നിങ്ങൾക്കും ഇത് ബാഡാവും നമുക്കും ബാഡാവും. അപ്പൊ അത് വരാതെ നോക്കിയാൽ മാത്രം മതി. ഇത് പേഴ്സണൽ ഇതിനും കൂടി ബാധിക്കില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു സാധനം ഈ സിറ്റിയിൽ വർക്ക് ആവത്തില്ല.
കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു 1-2 പേർക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 പേരുടെ അഭിപ്രായ വ്യത്യാസമായിരിക്കും നാളെ ഇത് വാറാവാൻ പോണത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഷമീറിന് ഒരിക്കലും പോയി പറയാൻ പറ്റത്തില്ലല്ലോ, എടാ നമുക്കറിയാവുന്നവരാ, നീ നിനക്ക് നിന്നെ അവർ കളിയാക്കിയെങ്കിൽ അത് വിട്ടേരെ എന്ന് പറയുമ്പോൾ അവന് ബാഡാവും. സെയിം ഞങ്ങൾക്കും അത് തന്നെ ഞങ്ങൾക്കും അതേ ഉള്ളൂ. ഇപ്പൊ എന്റെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള കളിയാക്കിയ എനിക്ക് അവരോട് പറയാൻ പറ്റത്തില്ല, എന്താടാ MRC അല്ലേ വിട്ടേക്ക്, അങ്ങനെ പറ്റത്തില്ല. അത് അപ്പൊ അവരോട് പറയുമ്പോൾ അവർക്കും അത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നോക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞിട്ടേ, നിങ്ങളുടെ സ്വന്തം ഗ്യാങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ആരും. അതുപോലെ ആ ഒരു സാധനം നമ്മൾ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതെ, വെളിയിലോട്ട് എക്സ്ട്രീം മറ്റേ അടി വഴക്കൊക്കെ പോവാണെങ്കിൽ തന്നെ ഇങ്ങനെ പോവാതിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല ബാക്കി പിന്നെ നമുക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ബാങ്ക് അങ്ങ് അടച്ചാൽ മതി, സ്വിസ് ബാങ്ക്. എങ്ങനെ ബ്ലാക്ക് അങ്ങ് നിക്കൂലേ? നമ്മളെ ചെറുതായിട്ടൊക്കെ ജീവിച്ചു പോകുന്നത് അതിനകത്ത് കുറെ നമ്മുടെ ആൾക്കാരുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും താമസിയാതെ അടി പൊട്ടും. പക്ഷെ അത് മോശമാവാതെ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. കാണുന്നില്ല, വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഓടത്തേണ്ടേ, പണിഞ്ഞിട്ടൊന്നുമില്ല, അകത്തൊന്നും പണിഞ്ഞിട്ടൊന്നുമില്ല. ആണോ? ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചതാ. സ്വർണ്ണപ്പലാണല്ലേ? ഞാൻ പറഞ്ഞു കേട്ടോ അത് ഓടത്തില്ലെന്ന്. കേട്ടോടാ, ചാറ്റ് നോക്കടാ. ഹലോ ഹലോ മിസ്റ്റർ വാസു. അതെ, ആരാണ്? മിസ്റ്റർ കെ ഫ്രം മിസ്റ്റർ എക്സ്. പറഞ്ഞോ. നമ്മള് ആക്ച്വലി ഇന്നലെ കിൽവുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലീഗലൈസ്ഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഗൺസ്, കുറച്ച് ഗ്യാങ്സിന് കിട്ടുന്ന ഗൺസ് ഓവറായിട്ട് സെയിലാക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ നല്ല ട്രേസ് ചെയ്യുന്ന കാര്യം ഇന്നലെ കിൽവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ആൻഡ് കിൽവ നമ്മുടെ അടുത്ത് പറഞ്ഞൊക്കെ യു പീപ്പിൾ ആർ ഓൾസോ ബിഹൈൻഡ് ഹിം. അപ്പോ പ്രസന്റ്ലി ഇപ്പൊ നമ്മുടെ ആൾക്കാര് വേഷം മാറി അവരുടെ ഒപ്പം കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ബട്ട് ടുഡേ ഇപ്പൊ പുള്ളി വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ദേ ഹാവ് ടു മീറ്റ് അവർ സ്റ്റാഫ്, ദ പെർട്ടിക്കുലർ സ്റ്റാഫ്. അവരായിട്ട് കോണ്ടാക്ട് ഉള്ള നമ്മൾ അവരുടെ വീട്ടുകാരെ പോയി അവരുടെ മീൻസ് ഗൺസും മറ്റിട്ടെല്ലാം കണ്ടതാണ്. അപ്പോ അവര് നമ്മുടെ സ്റ്റാഫിനെ ഡയറക്റ്റ് കാണണമെന്ന് പറഞ്ഞേക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ മുറുക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. സോ ഐ എം സെൻഡിങ് മൈ പേഴ്സൺ. നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷനിലാണോ? ഞങ്ങള് CM ആയിട്ടൊരു സിറ്റുവേഷനിലായിരുന്നു. ആണോ? ഞങ്ങളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ തൽക്കാലം ഈ കിട്ടുന്ന ഇൻഫോ കളയാതെ അതൊന്ന് ഗ്യാദർ ചെയ്യുമോ? എന്നെ ഒന്ന് വിളിച്ച് പറയാമോ മിസ്റ്റർ ഡീറ്റെയിൽസ്? കാരണം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പുറകിലാണ്. ഞങ്ങൾക്ക് മിസ്റ്റർ എക്സ് ആയിട്ട് അത്രയും നല്ല റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സീരിയസ്ലി വി വാണ്ട് ടു ഹെൽപ്പ് യു ഔട്ട് ഗൈസ്. ഇങ്ങനെ ഒരു സാധനം വെളിയിൽ പോകുന്നത് നമുക്കും അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഞങ്ങളിപ്പോ ഗൺ ഷോപ്പ് എല്ലാം കൊണ്ടുപോയി നിൽക്കുകയാണ്. ഗണ്ണ് വെളിയിലുണ്ട്, നിങ്ങൾക്ക് ഗൺ ഷോപ്പ് കിട്ടിയിട്ട് ലാഭമില്ലാണ്ടായി പോകും. അതെ ശരിയാ. അതുകൊണ്ട് പറഞ്ഞല്ലേ, എനിക്ക് കേജൊക്കെ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളായതായിട്ട് നിങ്ങളെ ഇതിനകത്തോട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ എന്ത് സഹായം വേണേലും എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഇതെനിക്ക് ഇവന്മാരുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. TV ആണ് ഇവന്മാര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവന്മാരുടെ കൂടെ ഇരുന്ന് TV എന്നുള്ള പേര് ഒഴിവാക്കിയതാണ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടും. എടാ അവരെ എങ്ങോട്ട് കൊണ്ടുപോയടാ? വരുന്നു. ക്യാപ്ഷൻ ബ്രോ, താങ്ക് യു സോ മച്ച്. അത് 1 ഈക്വൽ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. എക്സ്റ്റാറ്റ് നോക്കാം. എക്സ്റ്റാറ്റിൽ എന്താ? ഇറങ്ങണോ?
പോയിട്ട് വരാം. നമ്മള് വാറൊക്കെ മിസ്റ്റർ എക്സിന്ന് ഒരു കോള് വന്നു അതാ. ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ഓക്കെ ഷമീറെ അപ്പൊ പോയിട്ടോ ഷമീറെ. ഒന്ന് ഹഗ് ചെയ്യട്ടെ ഒരു സെക്കൻഡ് ഞാൻ ഇടാം. അല്ലാ അങ്ങനല്ല ഹഗ് ചെയ്യണ്ടാവും. ഓക്കെ ഷമീറെ കണ്ടത് സന്തോഷം. അപ്പൊ അപ്പം വാർ എന്തായാലും ജയിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ MRC ഒരു സിറ്റിയിലെ ഒരു ഡോമിനേറ്റിംഗ് ഗ്യാങ് ആയിട്ട് വരട്ടെ, ഒരു കിടില ലീഡർ ആവാൻ പറ്റട്ടെ ഷമീർ. ഓൾ ദ വെരി ബെസ്റ്റ് ഷമീർ. എന്നാണ് പറഞ്ഞാൽ മതി നമുക്ക് ഒരു ദിവസം. നാളെ ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ സെറ്റ്. ഓക്കെ ശരി അണ്ണാ ബൈ. ഓക്കെ ശരി പോയി ഓക്കെ മേക്കപ്പ് ഇട്ടോ ഷേക്ക് പെട്ടോ. അയ്യോ ഗൈസ്, വേറെ ഞാൻ ഒരു റീലൊക്കെ കാണാറുണ്ട് ഗൈസ്. ഈ റീലിനകത്തൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്തൊക്കെ ഇവരെന്നെ അണ്ണാന്ന് വിളിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് ഇവർക്ക്. ഇവരുടെ ഓഡിയൻസിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നെ അണ്ണാന്ന് വിളിക്കണത് കേട്ടോ. വാസു അണ്ണാന്ന് വിളിക്കുന്നത്. വാസു പേര് ആളാണ്. എന്റെ അമ്മോ, എക്സ്ട്രാ നോക്കണം. എനിക്കൊന്നും കാണുന്നില്ല.